ആൾറെഡി നമ്മൾ ഡിസംബർ 31 വരെ നടത്തിയ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജനുവരിയിലെ ക്ലാസ്സുകൾ, ജനുവരി ഓൾറെഡി ഇതുവരെ 27 ക്ലാസ്സുകളാണ് നടന്നത്. അപ്പം ശരാശരി ഒരു ക്ലാസ് വെച്ച് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം അധികം താമസമില്ലാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 100 പേര് ആയി നമ്മൾ സ്ട്രൈറ്റ് അവേ ക്ലാസ്സിലേക്ക് പോവുകയാണ്. സമീഹ ഡോക്ടർ പറയുന്നത് പോലെ, ഡോക്ടർ എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോ ദിവസവും അടുത്ത ദിവസത്തെ പോർഷൻസ് പറയും. സമീഹ ഡോക്ടർ ഡേവിഡ്സൺ ആണ് റെഫർ ചെയ്യുന്നത്, നോട്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ മറ്റ് പ്രാക്ടീസ് മെഡിസിൻ്റെ പ്രൈസോ കെ വി കെയോ മറ്റേതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നവർ അതിനകത്തു നിന്ന് പോയിന്റ്സ് കൂടെ അതിനോട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതെല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. ഹലോ, തുടങ്ങിക്കോളൂ ഡോക്ടർ. സ്ക്രീന് ഇങ്ങനെ വെച്ചാലല്ലേ സർ നല്ലത്, കൂടുതൽ ക്ലാരിറ്റി ഉള്ളത്? അതെ, അതായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രൊഡക്ഷനും എക്സീമയുടെ ടൈപ്സും ആണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിരുന്നു. ഗ്രൂപ്പിൽ വന്ന പോയിന്റ്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് വായിക്കാം. ഇന്ന് കുറച്ച് ടോപ്പിക്സ് അധികം കവർ ചെയ്യാനുണ്ട്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് നമ്മുടെ ഡേവിഡ്സണിൽ ഇല്ല. നമ്മൾ എപ്പിഡെർമിസ്, ഡെർമിസ്, പിന്നെ ഫാറ്റി ലെയർ അത് പറഞ്ഞല്ലോ. അതിൽ എപ്പിഡെർമിസ് തന്നെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഇന്ന് പറയാം. ലെയേഴ്സ് ഓഫ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് സ്ട്രാറ്റം ബേസൽ, ഡീപ്പസ്റ്റ് ലെയർ മുകളിലോട്ട് വരികയാണെങ്കിൽ സ്ട്രാറ്റം ബേസൽ, അതിന്റെ മുകളിൽ സ്പൈനോസം, ഗ്രാനുലോസം, ലൂസിഡം, പിന്നെ ഏറ്റവും ഔട്ടർ ലെയർ കോർണിയം, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഔട്ടർ ലെയർ ആണ് കോർണിയം, അതിന് ഹോണി ലെയർ എന്നും പറയുന്നുണ്ട്. അതൊക്കെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ സ്ട്രാറ്റം ബേസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്ട്രാറ്റം ജെർമിനേറ്റിവം. ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ലെയർ. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഡെർമിസ് ബൈ ദ ബേസ്മെന്റ് മെംബ്രെയിൻ ഓർ ദ ബേസൽ ലാമിന, and it is attached to the basement membrane by hemidesmosomes, and the cells found in this layer are cuboidal or columnar. ഈ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ക്യൂബോയിഡൽ കോളുമിനാർ സെൽസ് ആണ്. ഡീപ്പസ്റ്റ് ലെയർ സ്ട്രാറ്റം ബേസൽ ആണ്. The cells found in this layer are cuboidal or columnar, mitotically active stem cells that are constantly producing keratinocytes. This layer also contains melanocytes. ആ ഒരു പോയിന്റും കൂടെ ഒന്ന് ഓർക്കുക. ബേസിൽ മെലനോസൈറ്റ്സ് ഉണ്ട്. അതിന്റെ തൊട്ട് മുകളിലുള്ള ലെയർ ആണ് സ്ട്രാറ്റം സ്പൈനോസം. 8 to 10 layers of cells ഉണ്ട്. ഓൾസോ നോൺ ആസ് ദ പ്രിക്കിൾ സെൽ ലെയർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ സ്പൈൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രിക്കിൾ സെൽ ലെയർ. It contains irregular polyhedral cells with cytoplasmic processes, sometimes called the spines, and they extend outward and contact the neighboring cells by desmosomes. And innale parna dendritic cells can be found in this layer, stratum spinosum. Adinte mugalilla layer aanu stratum granulosum. It contains 3 to 5 layers of cells and contain diamond-shaped cells with keratohyalin granules and lamellar granules. രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാനുൾസ് ആണ് ഈ ലെയറിലുള്ളത്. Keratohyalin granules contain keratin precursors that eventually aggregate, cross-link and form bundles. The lamellar granules contain the glycolipids that get secreted to the surface of the cell and function as a glue, keeping the cells stuck together. ഇതിൽ രണ്ട് പോയിന്റ്സ് ഓർത്താൽ മതി. keratohyalin granules ലാമെല്ലാർ ഗ്രാനുൾസും. കെരാറ്റോഹൈലിൻ ഗ്രാനുൾസ്
കെരാറ്റിൻ പ്രിക്കേഴ്സേഴ്സ് ആണ്. ലാമെല്ലാർ ഗ്രാനുൾസ് സെൽസിനെ ഒരുമിച്ച് ഗ്ലൂ ചെയ്ത് നിർത്തുന്ന ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അതിന്റെ മുകളിലുള്ള ലെയർ സ്ട്രാറ്റം ലൂസിഡം. 2 to 3 layers of cells present in thicker skin found on palms and soles. And this it is a thin, clear layer consisting of elidin, which is a transformation product of keratohyalin. കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോന്നിന്റെയും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സ്ട്രാറ്റം കോർണിയം. അതാണ് കൂടുതൽ സെൽ ലെയേഴ്സ് ഉള്ളത്. 20 to 30 layers ഉണ്ട്. uppermost layer made up of keratin and horny scales made up of dead keratinocytes. It is known as the anucleate squamous cells, and this is the layer which varies most in thickness, especially in calloused skin. So skin il callus okke form cheyyunnathu ee stratum corneum aanu involve aayittulladu. Within this layer, the dead keratinocytes secrete defensins, which are part of our first immune defense. അതൊന്ന് ഇമേജ് നോക്കിയിട്ട് മനസ്സിലാക്കുക. സ്ട്രാറ്റം കോർണിയം 20 to 30 സെൽ ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് കമ്പാരിറ്റീവ്ലി തിക്കർ. പിന്നെ സ്ട്രാറ്റം ലൂസിഡം, ഗ്രാനുലോസം, സ്ട്രാറ്റം സ്പൈനോസം, സ്ട്രാറ്റം ബേസേൽ, അതിന്റെ താഴെ ഡെർമിസ്. നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോറിയാസിസ്, എറിത്തിമാറ്റസ് സ്കെയിലി ഇറപ്ഷൻസ്, അതിൽ വരുന്നത് സോറിയാസിസ്. Psoriasis is a non-infectious inflammatory disease of the skin characterized by well-defined erythematous plaques with large adherent silvery scales. Erythematous plaques, silvery scales. ഈ രണ്ട് ഫീച്ചേഴ്സും ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ increased epidermal proliferation due to excess cell division in the basal layers. Basal layerസിൽ കൂടുതൽ സെൽ ഡിവിഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ സോറിയാസിസ് സംഭവിക്കുന്നത്. എപ്പിഡെർമൽ പ്രോളിഫറേഷൻ കൂടുതലാണ് ബേസൽ ലെയേഴ്സിൽ. സെൽ സൈക്കിള് ഷോർട്ടർ ആയിരിക്കും. എപ്പിഡെർമൽ ടേൺ ഓവർ ടൈം 28 ഡേയ്സിൽ നിന്ന് 5 to 6 days ആയിട്ട് ഷോർട്ടൻ ചെയ്യുന്നു. അപ്പോൾ കൂടുതലായിട്ട് സെൽസ് പ്രോളിഫറേറ്റ് ചെയ്യുന്നു. സ്പീഡ് റേറ്റ് ഓഫ് പ്രോളിഫറേഷൻ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് സോറിയാസിസ് എന്നുള്ള കണ്ടീഷൻ വരുന്നത്. നമ്മുടെ പോപ്പുലേഷനിൽ 1 to 3% ഓഫ് പീപ്പിളിനാണ് സോറിയാസിസ് ഉള്ളത്. ഇറ്റ് ഈസ് കോമൺ ഇൻ ഏജ് ഗ്രൂപ്പ് 15 to 40 years ആൻഡ് ഇറ്റ് ഈസ് റെയർ അണ്ടർ 10 years. കോസ് ഓഫ് എന്താ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് എക്സാസർബേഷൻസും റെമിഷൻസും വന്നുകൊണ്ടുള്ളൊരു രീതിയാണ് സോറിയാസിസിന് കണ്ടുവരുന്നത്. പിന്നെ എറ്റിയോളജി ഓഫ് സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജനറ്റിക്. Child with one affected parent has 15% chance of developing the disease, and if both the parents are affected, the chances are 50%. And the susceptibility gene for psoriasis is at the distal end of chromosome 17q. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമോസോം 17q സോറിയാസിസ് പറയുന്നത്. And it is associated with HLA CW6. ഈ രണ്ട് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമോസോം 17q ആൻഡ് HLA CW6. പിന്നെ സോറിയാസിസ് മാർക്കേഴ്സ്, ബയോകെമിക്കൽ മാർക്കേഴ്സ് ഇൻക്ലൂഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ല്യൂക്കോട്രൈൻസ്, ഫോസ്ഫോലിപ്പേസ് A2, പോളിഅമൈൻസ്, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ, കാൽമോഡുലിൻ. ഈ ബയോകെമിക്കൽ മാർക്കേഴ്സ് ഒക്കെ ഇൻക്രീസ്ഡ് ആയിരിക്കും. പിന്നെ ഇമ്മ്യൂണോപാത്തോളജിക്കലി പറയുകയാണെങ്കിൽ ഇന്റർലൂക്കിൻ 1, 2, 6, 8 and TNF alpha and TGF alpha will be elevated. Interleukin 1, 2, 6, 8, TNF alpha, TGF alpha. പിന്നെ psoriasis involves both the dermal and epidermal layers. Then coming to factors causing the flare-up of psoriasis. First of all, trauma. When the condition is erupting lesions appear in areas of skin damage such as scratches or surgical wounds. ഇതിൽ കോബ്നർ ഫിനോമിന എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഇറപ്റ്റിംഗ് ലീഷൻസ്, സ്കിൻ ഡാമേജ് ഉള്ള ഏരിയയിൽ പുതിയ ലീഷൻസ് വരുന്നതാണ് കോബ്നർ ഫിനോമിന.
condition is erupting lesions appear in areas of skin damage such as scratches or surgical wounds. അതാണ് കോബ്നർ ഫിനോമിന. പിന്നെ other factors causing the flare up of psoriasis എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ സോറിയാസിസ് കൂടി വരുന്നുണ്ട്. ബീറ്റ ഹിമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻസ് ആർ often precede guttate psoriasis. Guttate type of psoriasis beta hemolytic streptococcal throat infections it causes the flare up of psoriasis. Other factor is sunlight, and rarely ultraviolet radiation may worsen psoriasis. And it also includes drugs like anti-malarials, etc. And emotional factors like anxiety also causes exacerbation. So trauma, infection, sunlight, drugs, and emotion causes flare up of psoriasis. Now coming to the types of psoriasis, first type is stable plaque psoriasis. It is the most common type of psoriasis. It has well demarcated lesions from few millimeters to centimeters diameter, and the lesions are red with silvery white scaling. Elbows, knees, and lower back are commonly involved. Flexures, palms, and napkin areas are the other sites. So common sites: elbows, knees, and lower back. Pinna flexures, palms, and napkin areas in infants. Atra 10 year below illa annalum napkin area aanu common areas parayunnathu. Pinna scalp often involved due to repeated trauma on combing with hair loss. Nails thimble pitting, onycholysis, subungual hyperkeratosis. Appo stable plaque psoriasis ആണ് most common type. Silver redness with silvery white scaling. Common areas involved are elbows, knees, and lower back, flexures, palms, and napkin areas. Scalp is involved due to repeated trauma during combing. And the important other important features are the nail involvement with the thimble pitting, onycholysis, and subungual hyperkeratosis. Stable plaque psoriasis most common type ഇങ്ങനെയാണ് ഇരിക്കുക. Well demarcated lesions ആയിരിക്കും. Nails in the involvement ശ്രദ്ധിക്കുക. Next type guttate psoriasis ആണ്. It is common in children and adolescents. Rashes appear rapidly. Small droplet shaped lesions less than 1 centimeter diameter and scaly. Lesions clear in a few months, but plaques are formed later. ഇത് താരതമ്യേന ചെറിയ lesions ആയിരിക്കും. Small droplet shaped lesions ആണ്. Children and adolescents-ലാണ് common ആയിട്ടുള്ളത്. Less than 1 centimeter diameter ആണ്. Scaly ആയിരിക്കും. പിന്നീട് plaques form ചെയ്യും. And it clears in a few months. ഇതാണ് guttate psoriasis. Smaller lesions ആണ് ഉണ്ടാവുക. അടുത്തത് erythrodermic psoriasis ആണ്. അത് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്കിന്ന് ഭയങ്കര റെഡ് ആൻഡ് സ്കെയിലി ആയിരിക്കും. പിന്നെ ഇതിൽ പറയുന്നത് ഷിവറിങ് ഉണ്ടായിരിക്കും. പേഷ്യന്റിന് നല്ല ഷിവറിങ് ഉണ്ടാവും ടു കോമ്പൻസേറ്റ് ദ കൺസിഡറബിൾ ഹീറ്റ് ലോസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ ബി ഇനിഷ്യേറ്റഡ് ബൈ ഇറിറ്റന്റ് എഫക്ട് ഓഫ് ടാർ. അനദർ ടൈപ്പ് ഇസ് പസ്റ്റുലാർ സോറിയാസിസ്. എറിത്രോഡെർമിക് സോറിയാസിന്റെ ഫോട്ടോ ഇതാണ്. ഭയങ്കര റെഡിഷ്നെസ് പ്രോമിനന്റ് ആയിരിക്കും erythrodermic. Then pustular psoriasis. It is rare but serious form and with sudden onset. Small sterile pustules erupting on an erythematous base which leaves brown macules or scaling in their wake. It involves palms and soles, and it also has swinging pyrexia. Pustular ആണ് അപ്പോൾ pyrexia ഉണ്ട്. Rare ആണ്, serious ആണ്, sudden onset. Sterile pustules ഉണ്ടാവും on an erythematous base, and it leaves brown macules or scaling on their wake, and it involves the palms and soles. Pustular psoriasis is this type. Palms and soles ലാണ് common ആയിട്ട് കാണുന്നത്.
Now coming to the investigations of psoriasis, throat swab examine ചെയ്യുന്നുണ്ട് to rule out beta hemolytic streptococci in gut-aid psoriasis, ASO titer for detecting the streptococcal infection. And then skin scraping and nail clippings are examined to exclude tinea infection. And the other tests are radiology and test for rheumatoid factor to assess arthritis. The next, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ ത്രോട്ട് സ്വാബ്, ASO titer, skin scrapings and nail clippings to exclude tinea, then radiology and test for rheumatoid factor to assess arthritis. Now the next condition is lichen planus. Lichen planus are intensely itchy papules involving the flexor surface, genitalia and mucous membrane. Flexor surface, genitalia and mucous membrane. Then it is associated with some autoimmune diseases such as myasthenia gravis, thymoma, graft versus host diseases. And the rashes are seen in those taking drugs and like anti-malarials, anti-tubercular, and gold and other heavy metals also causes lichen planus. Intensely itchy papules with involving the flexor surfaces, genitalia and mucous membrane associated with autoimmune diseases like myasthenia gravis, thymoma, graft versus host diseases, and the rashes are seen in those taking drugs, anti-malarials, anti-tubercular, and gold and other heavy metals. Lichen planus in the pathology, hyperkeratosis ആണ്, basal cell degeneration forming colloid bodies, T-cell lymphocyte infiltration in the upper dermis, leaving a saw-toothed dermoepidermal junction. And diagnosis is made through biopsy. Lichen planus in the important features: hyperkeratosis, basal cell degeneration forming colloid bodies, and T lymphocyte infiltration in the upper dermis, leaving a saw-toothed dermoepidermal junction. Hyperkeratosis, colloid bodies, saw-toothed dermoepidermal junction seen in lichen planus. And the diagnosis is through biopsy. And the clinical features of lichen planus, it is commonly seen in distal limbs, volar aspect of wrist and lower back, and they are intensely itchy, flat-topped, pinkish, purplish papules, and some with fine white network of on their surface. The flat-topped, itchy flat-topped papules in the മുകളിൽ fine white network ഉണ്ടാവും. അതിനെയാണ് വിക്ഹാംസ് ട്രയ എന്ന് പറയുന്നത്. ഇത് മറ്റ് ഡിസീസ് കണ്ടീഷൻസിലും കൂടെ വരുന്നുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ലൈക്കൻ പ്ലാനസിലെ മറ്റൊരു ഫീച്ചർ ആണ് കോബ്നർ ഫിനോമിന, ദാറ്റ് ഇസ് ന്യൂ ലീഷൻസ് മേ അപ്പിയർ അറ്റ് ദ സൈറ്റ് ഓഫ് ട്രോമ, നമ്മൾ നേരത്തെ പറഞ്ഞ കോബ്നർ ഫിനോമിന. പിന്നെ റാഷസ് സ്പ്രെഡ് ആൻഡ് ബിക്കം ജനറലൈസ്ഡ് ആൻഡ് മേ ലാസ്റ്റ് മെനി മന്ത്സ് ഓർ അബൌട്ട് എ ഇയർ. ലൈക്കൻ പ്ലാനസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഡിസ്റ്റൽ ലിംസിലാണ് അഫക്ട് ചെയ്യുന്നത്, വോളർ ആസ്പെക്ട് ഓഫ് റിസ്റ്റ് ആൻഡ് ലോവർ ബാക്ക്. ഇമേജ് ഒന്ന് നോക്കാം. ഇതാണ് ലൈക്കൻ പ്ലാനസ്. It involves the distal limbs, volar aspect of wrist and lower back, intensely itchy, flat-topped, pinkish purple papules, and with the Wickham's striae, that is fine white network on the papules. And Koebner phenomena are also shown by the lichen planus eruptions. That is, new lesions appear at the site of trauma. Rashes spread and become generalized and may last many months or about a year. Lichen planus. And some more features about lichen planus. It shows post-inflammatory pigmentation and the mucous membrane involvement with the pinhead-sized white papules in 2/3 of cases, and the nails are affected in 10% of cases. There is longitudinal grooving to destruction of nail fold and nail bed. And the rare variants of lichen planus are annular type, atrophic, bullous, follicular,
hypertrophic, and ulcerative types. Lichen planus has post-inflammatory pigmentation, mucous membrane involvement with pinhead-sized white papules in 2/3 of cases. Nails are affected with longitudinal grooving. Destruction of nail fold and nail bed. And the 5 P's of lichen planus എന്ന് പറയുന്നത് important ആണ്. അതിന്റെ important features ആണ് pruritus, polygonal ആണ്, plantar, flat topped eruptions on plantar area. പിന്നെ purple papules ആണ്, plaques ഉണ്ടായിരിക്കും. Pruritus, polygonal, plantar, purple papules, plaques. ഇതാണ് 5 P's of lichen planus. Now coming to the next condition, pityriasis rosea. അതിന്റെ മുമ്പ് അതിന്റെ ഇമേജ് ഒന്ന് കാണിക്കാം. ഇതാണ് pityriasis rosea. It is a self-limiting condition of unknown cause and it is not contagious. Large 2 to 5 centimeter diameter plaque, the Herald plaque, is the important feature of pityriasis rosea. Large 2 to 5 centimeter diameter plaque called the Herald plaque. After several days, many smaller pink oval scaly plaques appear mainly on the trunk, neck and thighs. Smaller ആദ്യം വലിയൊരു Herald plaque വരുന്നു, പിന്നെ several days കഴിഞ്ഞതിന് ശേഷം smaller pink oval scaly plaques appear on the trunk, neck and thighs. Trunk, neck, thighs. A delicate peripheral scale appears as the lesion evolve. അതിനാണ് collarate എന്ന് പറയുന്നത്. Delicate peripheral collarate scale appears as the lesions evolve and the lesion on the back are distributed parallel to the ribs, giving a Christmas tree pattern. ഇത് കുറെ question paperൽ കണ്ടിട്ടുണ്ട്. Christmas tree type of pattern of eruption കാണുന്നത് ഏതിലാണെന്ന് ചോദിച്ചിട്ട്. pityriasis റോസിയയിലാണ് ക്രിസ്മസ് ട്രീ ടൈപ്പ് ഓഫ് ലീഷൻസ് കാണുന്നത്. അതാണ് നമുക്ക് ഈ ഒരു റിബ്സിന്റെ The lesions on the back are distributed parallel to the ribs, giving a Christmas tree pattern. റിബ്സിന് പാരലൽ ആയിട്ട് ലീഷൻസ് വരുന്ന സമയത്ത് അതൊരു ക്രിസ്മസ് ട്രീ ടൈപ്പ് ഓഫ് പാറ്റേണിൽ വരുന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് pityriasis rosea eruptions ക്രിസ്മസ് ട്രീ പാറ്റേൺ എന്ന് പറയുന്നത്. The eruptions fade spontaneously in 4 to 10 weeks. ക്രിസ്മസ് ട്രീ പാറ്റേൺ Disorders of pilosebaceous unit ആണ് അടുത്തത്. Acne vulgaris ആണ് ഫസ്റ്റ് ടൈപ്പ്. ഇതിൽ sebum secretion is increased. Androgens from the testes, ovaries and adrenals stimulate the sebum secretion. And it is a chronic inflammation of the blocked pilosebaceous follicles. Sebum secretion is increased. Androgen from the testes, ovaries and adrenals stimulate sebum secretion. Chronic inflammation of blocked pilosebaceous follicles. It is increased and abnormal keratinization at the exit of pilosebaceous follicle, obstructing the flow of sebum. അങ്ങനെയാണ് acne vulgaris ഉണ്ടാകുന്നത്. Increased and abnormal keratinization at the exit of pilosebaceous follicle, obstructing the flow of sebum. ഇതാണ് acne vulgaris. Acne is often familial. The lesions are seen on the face, shoulder, upper chest and back. Seborrhea or the greasy skin is often present. Blackheads are open comedones. They are due to plugging of the pilosebaceous orifice by keratin and sebum. Open comedones ആണ് blackheads. Whiteheads എന്ന് പറഞ്ഞാൽ closed comedones ആണ്. It is due to gradual accumulation of sebum and keratin deeper in the pilosebaceous duct. Deeper ആയിരിക്കും അത്, അതുകൊണ്ടാണ് വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ഔട്ടർ ടുവേർഡ്സ് ദ pilosebaceous orifice വരുമ്പോഴാണ് അത് ബ്ലാക്ക് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ഓപ്പൺ കോമിഡോൺസ് ആണ് ഡ്യൂ ടു പ്ലഗിംഗ് ഓഫ് pilosebaceous orifice by
കെരാറ്റിൻ ആൻഡ് സീബം. രണ്ടിലും കെരാറ്റിൻ ആൻഡ് സീബം ആണ്. ഒന്ന് ഓപ്പൺ ആണ്, അതാണ് ബ്ലാക്ക് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഡീപ്പർ ആയിരിക്കും, അപ്പൊ അത് വൈറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നു. Inflammatory papules, nodules, and cysts occurring with scarring. Less common forms of acne are conglobate acne with abscess, cyst, sinuses, and scars. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് റെയർ ആണ് കോൺഗ്ലോബേറ്റ് അക്നെ. പിന്നെ അക്നെ ഫൾമിനൻസ് പറഞ്ഞാൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ്. ഫീവറും ജോയിന്റ് പെയിൻസും ഹൈ ESR ഒക്കെ ഉള്ള കേസാണ്. അതൊക്കെ ലെസ് കോമൺ ആണ്. പിന്നെ എക്സോജീനസ് അക്നെ, പിന്നെ ഇൻഫന്റൈൽ അക്നെ, ഇതൊക്കെ റെയർ ഫോംസ് ആണ്. ഇനി അടുത്തത് അക്നെ റോസേഷ്യ. പെർസിസ്റ്റന്റ് ഫേഷ്യൽ ഇറപ്ഷൻ ഓഫ് അൺനോൺ കോസ് വിത്ത് എറിത്തിമ ആൻഡ് പസ്റ്റ്യൂൾസ്. അക്നെ റോസേഷ്യ ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. കാര്യമായിട്ട് എറിത്തിമ ആൻഡ് പസ്റ്റ്യൂൾസ്. ഇന്റർമിറ്റന്റ് ബ്ലഷിംഗ് ഫോളോഡ് ബൈ ഫിക്സഡ് എറിത്തിമ ആൻഡ് ടെലാഞ്ചക്ടേഷ്യ. Intermittent blushing followed by fixed erythema and telangiectasia, and they have dome-shaped papules and pustules, but no comedones. Dome-shaped papules and pustules, no comedones. It may be associated with rhinophyma. Rhinophyma നമുക്കറിയാം നോസിൽ അഫക്ട് ചെയ്യുന്ന പൊട്ടറ്റോ നോസ് എന്നാണ് തോന്നുന്നു rhinophyma പറയുന്നത്. It may be associated with acne rosacea is associated with rhinophyma, and the complication is blepharitis and conjunctivitis. Acne rosacea, persistent facial eruption of unknown cause with erythema and pustules, intermittent blushing followed by fixed erythema and telangiectasia, dome-shaped papules and pustules, but no comedones. It may be associated with rhinophyma, complication, blepharitis and conjunctivitis. അടുത്ത ടോപ്പിക് ലെഗ് അൾസേഴ്സ് ആണ്. ലെഗ് അൾസേഴ്സ് ആർ മോർ കോമൺ ഇൻ വിമൻ ഇൻ ദ റേഷ്യോ 2:1. അതിൽ കൂടുതലും കാണുന്നത് വീനസ് അൾസേഴ്സ് ആണ്. 50% വീനസ് അൾസർ ആണ്. ആർട്ടീരിയൽ അൾസർ ഓൺലി അക്കൗണ്ട്സ് അബൌട്ട് 10%. മെയിൻ കോസസ് ഓഫ് ലെഗ് അൾസർ എന്ന് പറഞ്ഞാൽ വീനസ് ഹൈപ്പർ ടെൻഷൻ ആണ് ഒരു കോസ്. പിന്നെ ആർട്ടീരിയൽ ഡിസീസസ് ലൈക്ക് അത്തീറോസ്ക്ലിറോസിസ്, വാസ്കുലൈറ്റിസ്, ബ്യൂർഗേഴ്സ് ഡിസീസ്, ഇതൊക്കെയാണ് ആർട്ടീരിയൽ അൾസറിന് കാരണമാവാറുള്ളത്. പിന്നെ സ്മോൾ വെസൽ ഡിസീസസ് ലൈക്ക് ഡയബറ്റിസ് മെലിറ്റസ്, വാസ്കുലൈറ്റിസ്. പിന്നെ അബ്നോർമാലിറ്റീസ് ഓഫ് ബ്ലഡ് ലൈക്ക് സിക്കിൾ സെൽ ഡിസീസ്, സ്ഫീറോസൈറ്റോസിസ്, ക്രയോഗ്ലോബുലിനീമിയ ആൻഡ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിസീസസ്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ അൾസേഴ്സിന് ലീഡ് ചെയ്യും. സിക്കിൾ സെൽ ഡിസീസ്, സ്ഫീറോസൈറ്റോസിസ്, ക്രയോഗ്ലോബുലിനീമിയ, ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിസീസ് ഒക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആർട്ടീരിയലും വീനസ് അൾസേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. അതാണ് നമ്മളിവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ന്യൂറോപ്പതിക് അൾസേഴ്സ് നമുക്കറിയാം. ഡയബറ്റിസ്, ലെപ്രസി, സിഫിലിസിലൊക്കെ വരുന്ന അൾസേഴ്സ് ഉണ്ട്. പിന്നെ ട്യൂമേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്ന സ്ക്വാമസ് സെൽ കാർസിനോമ, ബേസൽ സെൽ കാർസിനോമ, അതും ഇമ്പോർട്ടന്റ് ആണ്. മാലിഗ്നന്റ് മെലനോമ, കാപ്പോസി സാർക്കോമ ഒക്കെ ഈ ടൈപ്സ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ വരുന്നുണ്ട്. പിന്നെ ട്രോമ കോസ്ഡ് ബൈ ഇഞ്ചുറി ആൻഡ് ആർട്ടിഫാക്ട്, ഇതൊക്കെ അൾസേഴ്സിന്റെ കാരണമാണ്. വീനസ് ഹൈപ്പർ ടെൻഷൻ, ആർട്ടീരിയൽ ഡിസീസ്, സ്മോൾ വെസൽ ഡിസീസ്, abnormalities of blood vessels, abnormalities of blood, neuropathy, tumor and trauma. പിന്നെ ലെഗ് അൾസേഴ്സ് ഡ്യൂ ടു വീനസ് ഡിസീസ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡാമേജ് ഓഫ് ദ വീനസ് സിസ്റ്റം ഓഫ് ദ ലെഗ് റിസൾട്ടിങ് ഇൻ എഡീമ, എക്സിമ, ഫൈബ്രോസിസ് ആൻഡ് അൾസറേഷൻ. Skin ulcerates when a particular degree of hypoxia is reached. Incompetent veins leading to venous hypertension may be due to deep vein thrombosis, valve incompetence, infection or deep vein obstruction. അപ്പോൾ ലെഗ് അൾസേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എഡീമ, എക്സിമ, ഫൈബ്രോസിസ് ആൻഡ് അൾസറേഷൻ. ഹൈപ്പോക്സിയ ഉണ്ടാവുമ്പോഴാണ് അൾസറേഷൻ ഉണ്ടാവുന്നത്. ഇൻകോമ്പിറ്റന്റ് വെയിൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. It leads to venous hypertension and may be due to causes like deep vein thrombosis, valve incompetence, then infection or deep vein obstruction. അതാണ് ഫൈനലി അൾസറേഷനിലേക്ക് നയിക്കുന്നത്.
It is common in the venous ulcers are common in middle age and most common in obese people, and it is associated with varicose veins. നമ്മൾ പറഞ്ഞു valvular complaints വരുമ്പോൾ അതായത് varicose veins ആയിട്ട് associated ആണ്. It causes heaviness of the limbs and edema, hemosiderin pigmentation and ivory colored scarring, and eczema may be seen. Hemosiderin pigmentation, ivory colored scarring and eczema may be seen. And lipodermatosclerosis is the firm induration produces an inverted champagne bottle appearance. ഇതിൽ പറയുന്ന ഒരു പ്രത്യേക കണ്ടീഷൻ ആണ്. അൾസേഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സർജറിയിൽ പഠിക്കുന്നുണ്ടല്ലോ. ഇത് ജസ്റ്റ് ഓവറോൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സ്കിൻ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ അൾസേഴ്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. അതിൽ MCQ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എടുത്തിട്ടതാണ് ഈ മോസി ഫൂട്ട്, പിന്നെ അതേപോലെ ഇൻവേർട്ടഡ് ഷാമ്പെയിൻ ബോട്ടിൽ അപ്പിയറൻസ് ഏത് കണ്ടീഷനിലാണ്, അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് എടുത്ത പോയിന്റ്സ് ആണ്. ലിപ്പോഡെർമറ്റോസ്ക്ലിറോസിസിലാണ് ഇൻവേർട്ടഡ് ഷാമ്പെയിൻ ബോട്ടിൽ അപ്പിയറൻസ് കാണുന്നത്. ഇറ്റ് ഹാസ് ഫേം ഇൻഡ്യൂറേഷൻ. പിന്നെ അതേപോലെ ഹൈപ്പർ കെരാറ്റോസിസ് ഇസ് സീൻ ഇൻ മോസി ഫൂട്ട്. ഈ ലിപ്പോഡെർമറ്റോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഷാമ്പെയിൻ ബോട്ടിൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. It is an inflammatory skin condition resulting from underlying venous insufficiency. അവിടെ venous insufficiency ആണ് കാരണം. This is caused by incompetent venous valves. Venous outflow obstruction ആണ് ഇത് കോസ് ചെയ്യുന്നത്. Lipodermatosclerosis, inverted champagne bottle appearance. പിന്നെ മോസി ഫൂട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഫൈലേറിയാസിസിലാണ് നമ്മൾ ഇതേപോലത്തെ സ്വെല്ലിങ് കണ്ടിട്ടുള്ളത്. ഇതിൽ നോൺ ഫൈലേറിയൽ എലഫന്റിയാസിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് മോസി ഫൂട്ട് ഓർ പോഡോകോണിയോസിസ് എന്നാണ് പറയുന്നത്. ഇതിൽ കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ലിംഫാറ്റിക് വെസൽസിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ലോവർ എക്സ്ട്രിമിറ്റീസ് കോസ്ഡ് ബൈ ക്രോണിക് എക്സ്പോഷർ ടു ഇറിറ്റന്റ് വോൾക്കാനിക് സോയിൽസിലൊക്കെ, ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ വരുന്ന ഒരു കണ്ടീഷൻ ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ട്രോപ്പിക്കൽ ലിംഫെഡീമ ആഫ്റ്റർ ലിംഫാറ്റിക് ഫൈലേറിയാസിസ്. ലിംഫാറ്റിക് ഫൈലേറിയാസിസ് കഴിഞ്ഞാൽ പിന്നെ ലിംഫെഡീമ കോസ് ചെയ്യുന്ന ഒരു കോസാണ് ഈ ഒരു മോസി ഫൂട്ട്. ലിംഫാറ്റിക് വെസൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ prominent swelling of the lower extremities which lead to disfigurement and disability. It is also called podoconiosis. Non-filarial elephantiasis. Bilateral lower extremity swollen ആണ്. Mossy hyperkeratotic papillomata characteristic of podoconiosis. പിന്നെ വീനസ് അൾസറിന്റെ കോസസ് ആൻഡ് കോംപ്ലിക്കേഷൻ, മൈനർ ട്രോമ ഓർ ഇൻഫെക്ഷൻ ആണ് ഈ ഒരു അൾസറേഷൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ അൾസേഴ്സ് ആർ ടിപ്പിക്കലി അറൌണ്ട് മീഡിയൽ മാലിയോലസ്. അതാണ് ഇമ്പോർട്ടന്റ്. വീനസ് അൾസർ ആണെങ്കിൽ അൾസേഴ്സ് അറൌണ്ട് മീഡിയൽ മാലിയോലസ് ആയിരിക്കും. സ്ലോ ഹീലിംഗ് ആണ്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഒക്കെ വരാം. ചപ്പല് വെയർ ചെയ്യുന്ന ഏരിയ ആണ്, അപ്പൊ അവിടെ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിന് ചാൻസ് ഉണ്ട്. പിന്നെ വീനസ് അൾസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? മീഡിയൽ മാലിയോലസ് അറൗണ്ട് ആണ്. ഇനി അടുത്തത് മാർജോലിൻസ് അൾസർ. ജസ്റ്റ് ഒന്ന് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സ്ക്വാമസ് സെൽ കാർസിനോമ ഡെവലപ്പിംഗ് ഇൻ എ വീനസ് അൾസർ. വീനസ് അൾസർ സ്ക്വാമസ് സെൽ കാർസിനോമായി മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാർജോലിൻസ് അൾസർ എന്ന് പറയുന്നത്. കുറെ ടൈപ്പ് ഓഫ് മാർട്ടോറൽസ്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് അൾസേഴ്സ് ഉണ്ട്, അത് മാറിപ്പോവാണ്ടിരിക്കുക. മെലിനീസ് അൾസർ, മാർട്ടോറൽസ് അൾസർ ഒക്കെ ഉണ്ട്. ഹൈപ്പർടെൻസീവ് അൾസേഴ്സ്, അങ്ങനെ കുറെ നമ്മൾ സർജറിയിൽ അത് വരുന്നുണ്ട്. അപ്പൊ ഇത് സ്ക്വാമസ് സെൽ സ്ക്വാമസ് സെൽ കാർസിനോമയിൽ വരുന്നത് മാർജോലിൻസ് അൾസർ ആണ്. വീനസ് അൾസർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്ക്വാമസ് സെൽ കാർസിനോമ വരുവാണെങ്കിൽ അതിനെ മാർജോലിൻസ് അൾസർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ആർട്ടീരിയൽ അൾസേഴ്സ് ആണ്. ആർട്ടീരിയൽ അൾസേഴ്സ് ആർ ഡീപ് പെയിൻഫുൾ punched out ulcers on the lower legs, especially shin and foot. അപ്പോൾ ഈ ഏരിയ നോട്ട് ചെയ്യുക. ഷിൻ ആണ്, ഷിൻ ആൻഡ് ഫുട്ട് ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ ആണ്. ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ, ഫുട്ട് ഇസ് സൈനോട്ടിക് ആൻഡ് കോൾഡ്
Skin surrounding the ulcer is atrophic and hairless. Skin surrounding the ulcer is atrophic and hairless. Foot is cyanotic and cold. Intermittent claudication. It affects the shin and foot. Peripheral arterial pulses absent or reduced. അതാണ് important feature. Pulses absent ആയിരിക്കും arterial ulcers. And the diagnosis is done by Doppler studies. Important site, shin and foot, intermittent claudication, cyanotic and cold, atrophic and hairless, pulses are absent or reduced. പിന്നെ diagnosis by Doppler studies. Arterial ulcer എങ്ങനെയാണ് ഉണ്ടാവുക? പിന്നെ അടുത്തത് പ്രഷർ സോഴ്സ് ആണ്. പ്രഷർ സോഴ്സ് ആണ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ബോണി പ്രോമിനൻസ് ആയിട്ടുള്ള സൈറ്റിലാണ് കാണുക. ഇഷീമിയ കോസ് ചെയ്തിട്ട് ഡ്യൂ ടു സസ്റ്റെയിൻഡ് പ്രഷർ ഓൺ ദ സ്കിൻ ഓവർലൈങ് ബോണി പ്രോമിനൻസ്. ഇറ്റ് affects about 1/3 of bedridden patients above 70, especially with the fractured neck of femur, and it is associated with diminished sensation, vascular disease, malnutrition, general debility. കാര്യമായിട്ട് ബെഡ്രിഡൺ ആയിട്ടുള്ള ഏജ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ബോണി പ്രോമിനൻസിൽ ഇഷീമിയ വന്നിട്ടാണ് പ്രഷർ സോഴ്സ് വരുന്നത്. 1/3 ഓഫ് ബെഡ്രിഡൺ പേഷ്യൻസിൽ ഇത് കാണാറുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷ്ഡ് സെൻസേഷൻ, വാസ്കുലാർ ഡിസീസ്, മാൽന്യൂട്രീഷൻ, ജനറൽ ഡെബിലിറ്റി. പ്രഷർ സോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് എറിത്തീമ ആയിട്ടാണ് ഫസ്റ്റ് കാണുക. പിന്നെ സൂപ്പർഫിഷ്യൽ ബ്ലിസ്റ്റർ ആയിട്ട് വരും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇറോഷൻ ആയിട്ട് വന്നിട്ട് പിന്നെ ഡീപ്പർ ഡാമേജ് വന്നിട്ട് ബ്ലാക്ക് എസ്കർ, പിന്നെ ഡീപ്പ് പെനട്രേറ്റിംഗ് അൾസർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോളനൈസ്ഡ് ബൈ സ്യൂഡോമോണാസ് എറൂജിനോസ. അപ്പോൾ ഇൻഫെക്ഷൻ സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ സ്യൂഡോമോണാസ് എറൂജിനോസ ആണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. സ്കിൻ ഓവർലൈങ് ദ സേക്രം, ഗ്രേറ്റർ ടൊക്കാൻഡർ, ഇഷിയൽ ട്യൂബറോസിറ്റി, കാൽക്കേനിയൻ ട്യൂബറോസിറ്റി, ലാറ്ററൽ മാലിയോലസ്, എല്ലാ ബോണി പ്രോമിനൻസിലും ഈ പ്രഷർ സോഴ്സിന് ചാൻസ് ഉണ്ട്. സേക്രം, ഗ്രേറ്റർ ട്രൊക്കാൻഡർ, ഇഷിയൽ ട്യൂബറോസിറ്റി, കാൽക്കേനിയൻ ട്യൂബറോസിറ്റി ആൻഡ് ലാറ്ററൽ മാലിയോലസ്. ഇനി അടുത്തത് ബുള്ളസ് ഡിസീസ് ആണ്. ബുള്ളസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്, ഇൻഹെറിറ്റഡും അക്വയർഡും. ഇൻഹെറിറ്റഡിൽ കാര്യമായിട്ട് വരുന്നത് എപ്പിഡെർമോലൈസിസ് ബുള്ളോസ ആണ്. അതിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ എപ്പിഡെർമോലൈസിസ് ബുള്ളോസ, ജംഗ്ഷണൽ എപ്പിഡെർമോലൈസിസ് ബുള്ളോസ ആൻഡ് ഡിസ്ട്രോഫിക് എപ്പിഡെർമോലൈസിസ് ബുള്ളോസ. പിന്നെ അക്വയർഡിലാണെങ്കിൽ പെംഫിഗസ്, പെംഫിഗോയിഡ്, ഡെർമറ്റൈറ്റിസ്, ഹെർപെറ്റിഫോമസ്, ഈ ടൈപ്സ് ആണ് ഉള്ളത്. ഇതില് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ, ജംഗ്ഷണൽ, ഡിസ്ട്രോഫിക്. ഡിസ്ട്രോഫിക്കിൽ തന്നെ ഓട്ടോസോമൽ ഡോമിനന്റും റെസസീവും ഉണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാല് എപ്പിഡെർമൽ ബേസൽ സെൽ ലെയർ ആണ് അതിന്റെ ഒരു ലെവല് വരുന്നത്. ജംഗ്ഷണൽ എന്ന് പറഞ്ഞാൽ ലാമിന ലൂസിഡ തൊട്ട് താഴെ, അത് ഓട്ടോസോമൽ റെസസീവും ആണ്. പിന്നെ ഡിസ്ട്രോഫിക്കില് ഓട്ടോസോമൽ ഡോമിനന്റ് വരുന്നത് ജസ്റ്റ് ബിലോ ദ ലാമിന ഡെൻസ. പിന്നെ ഡിസ്ട്രോഫിക്കിൽ ഓട്ടോസോമൽ റെസസീവ് വരുന്നത് ഡെർമിസ് ബിലോ ദ ലാമിന ഡെൻസ. കൂടുതൽ ഡീപ്പർ ലെവലിലേക്കാണ് ഇത് പോകുന്നത്. സിമ്പിൾ ഏറ്റവും ഔട്ടർ എപ്പിഡെർമൽ ബേസൽ ലെയർ, ജംഗ്ഷണൽ ലാമിന ലൂസിഡ, ഡിസ്ട്രോഫിക്കില് ഓട്ടോസോമൽ ഡോമിനന്റ് ആണെങ്കിൽ ആദ്യം വരുന്നത് ഡോമിനന്റ് ആണ്, അങ്ങനെ ഓർത്താൽ മതി. ഓട്ടോസോമൽ ഡോമിനന്റ് സിമ്പിൾ ആണെങ്കിൽ എപ്പിഡെർമൽ ബേസൽ ലെയർ, പിന്നെ ജംഗ്ഷണലിൽ റെസസീവ് ആണ് ലാമിന ലൂസിഡ, പിന്നെ ഡിസ്ട്രോഫിക്കില് ഓട്ടോസോമൽ ഡോമിനന്റ് ആദ്യം വരുന്നു, അത് ജസ്റ്റ് ബിലോ ദ ലാമിന, ആൻഡ് ദ ഡിസ്ട്രോഫിക് റെസസീവ് ടൈപ്പ് ഡെർമിസ് ബിലോ ദ ലാമിന ഡെൻസ. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. അതിൽ ഇൻഹെറിറ്റഡ് ടൈപ്പ് ഓഫ് എപ്പിഡെർമോലൈസിസ് ഇതില് ഫീച്ചേഴ്സ് പറയുന്നത് ജംഗ്ഷണൽ എപ്പിഡെർമോലൈസിസ് ബുള്ളോസ. നമ്മൾ പറഞ്ഞു സിമ്പിൾ ഉണ്ട്, ജംഗ്ഷണൽ ഉണ്ട്. അതിൽ ജംഗ്ഷണലിന്റെ ഫീച്ചേഴ്സ് തന്നെ അബ്നോർമാലിറ്റീസ് ഇൻ ദ ബേസൽ ലാമിന, ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ബർത്ത് ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ലീതൽ, ആൻഡ് ന്യൂബോൺസ് ഹാസ് ലാർജ് റോ ഏരിയാസ് ആൻഡ് ഫ്ലാസറ്റ് ബ്ലിസ്റ്റേഴ്സ് which heal slowly. The nails and oral mucosa are involved. Just image ഒന്ന് നോക്കിയിട്ട് കമ്പയർ ചെയ്യാം. ഇതാണ് ഡിഫറെന്റ് സൈറ്റ്സിൽ വരുന്ന ലീഷൻസ്. ബേബീസിൽ കാണുന്നതൊന്ന് ശ്രദ്ധിക്കാം. ഭയങ്കര റോ ആയിട്ടുള്ള ബ്ലിസ്റ്റേഴ്സ് വന്നിട്ട്
ജംഗ്ഷണൽ ആണെങ്കിൽ ബേസൽ ലാമിനയിലാണ് അബ്നോർമാലിറ്റി വരുന്നത്. പ്രസന്റ് അറ്റ് ബർത്ത്. ഇറ്റ് ഇസ് ഓഫൺ ലീതൽ. Newborn has large raw areas and flaccid blisters which heal slowly. The nails and oral mucosa are involved. പിന്നെ അടുത്തത് ഡിസ്ട്രോഫിക് എപ്പിഡെർമോലൈസിസ് ബുള്ളോസയിൽ ഒരു പോയിന്റ് ഓർക്കേണ്ടത്, ഡ്യൂ ടു ഡിഫക്ട്